Hi friends, welcome to Formedicos. അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വെച്ചാൽ ബാക്ടീരിയസിഡൽ ആൻറ്റിബയോട്ടിക്കുകളാണ്. ഗ്രാം നെഗറ്റീവ് എയറോബുകൾക്കെതിരെ ആക്ട് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകളാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അമിനോഗ്ലൈക്കോസൈഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോമൈസിൻ, ടോബ്രമൈസിൻ, നിയോമൈസിൻ, ജെൻഡാമൈസിൻ, നിറ്റിൽമൈസിൻ, അമിക്കസിൻ, ഇതിനൊക്കെ പുറമെ കെനാമൈസിൻ, സിസോമൈസിൻ ഒക്കെ ഉണ്ട്. ഇനി ഇവരുടെ സോഴ്സ് നാച്ചുറലിയും പിന്നെ സെമി സിന്തറ്റിക്കലിയുമാണ് നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കുകൾ പ്രിപ്പയർ ചെയ്യുക. അല്ല, നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ട്രെപ്റ്റോമൈസിസ് ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോമോണോസ്പോറ ആയിരിക്കും. ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ സ്പെല്ലിങ് നോക്കുക. സ്ട്രെപ്റ്റോമൈസിൻ, ടോബ്രമൈസിൻ, നിയോമൈസിൻ ഇവരിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക വൈ ആണ് മൈസിനിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോമൈസിസ് ആണ് അവരുടെ സോഴ്സ്. സ്ട്രെപ്റ്റോമൈസിസിലും ഒരു വൈ ഉണ്ട്. അതുപോലെ ജെൻഡാമൈസിൻ, നെറ്റിൽമൈസിൻ, MICIN, ഐ ആണ് ഇവിടെ നമ്മൾ മൈസിൻ്റെ ഉപയോഗിക്കുക. ഇത് മൈക്രോമോണോസ്പോറയാണ് അവരുടെ സോഴ്സ് എന്നാണ് അത് കാണിക്കുക. ഇനി അമിക്കസിൻ എന്ന് പറയുന്നത് ഒരു സെമി സിന്തറ്റിക് ഡെറിവേറ്റീവാണ്. ഇനി അമിനോഗ്ലൈക്കോസൈഡുകളുടെ കോമൺ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും ദേ ഓൾ ആർ വാട്ടർ സൊല്യൂബിൾ സൾഫേറ്റ് സോൾട്സ്. അതുപോലെ സൊല്യൂഷനിൽ അയണൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഡ്രഗ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഓറലി നോട്ട് അബ്സോർബ്ഡ് ആണ്, ദറ്റ് ഈസ് നോട്ട് അബ്സോർബ്ഡ്. പിന്നെ ഇവരുടെ എക്സ്ക്രീഷൻ അൺചേഞ്ച്ഡ് എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ മെറ്റബോളിസം നടക്കുന്നില്ല. ബോഡിക്കകത്ത് അമിനോഗ്ലൈക്കോസൈഡ് മെറ്റബോളൈസ് ചെയ്യുന്നില്ല. അമിനോഗ്ലൈക്കോസൈഡുകളായിട്ട് തന്നെയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. യൂറിനിലാണ് എക്സ്ക്രീഷൻ നടക്കുക ബൈ ഗ്ലോമർല ഫിൽട്രേഷൻ. പിന്നെ ബാക്ടീരിയസിഡലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കൂടുതൽ ആക്ടിവിറ്റി ആൽക്കലൈൻ pH, അതായത് ഹൈ pHയിലാണ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട്, അതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടാണ് ഇവർ ബാക്ടീരിയൽ കില്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എയറോബിക് ഗ്രാം നെഗറ്റീവ് ബാസിലേക്കെതിരെയാണ് പ്രിഡോമിനൻ്റ് ആക്ഷൻ കാണിക്കുക. നാരോ മാർജിൻ ഓഫ് സേഫ്റ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്റ്റുകൾ തന്നെ ചെറിയ ഡോസിൽ തന്നെ സൈഡ് ഇഫക്റ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കോമൺ സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ 3 കോമൺ സൈഡ് ഇഫക്റ്റുകളാണുള്ളത്: ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി, ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ്. ഇനി നമുക്ക് ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇവർ ബാക്ടീരിയസിഡൽ ആൻറ്റിബയോട്ടിക്കുകളാണ്. ആദ്യം നമുക്ക് ഈ അമിനോഗ്ലൈക്കോസൈഡുകൾ നമ്മുടെ ബാക്ടീരിയക്കകത്തേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് അതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. സെൽ വാളിലൂടെ അമിനോഗ്ലൈക്കോസൈഡുകൾ കടന്നു പോകുന്നത് പ്രിയോൺ ചാനലുകൾ വഴിയാണ്. അപ്പോൾ പ്രിയോൺ ചാനലുകൾ വഴി അമിനോഗ്ലൈക്കോസൈഡ് പെരിപ്ലാസ്മിക് സ്പേസിലെത്തി. അതിനുശേഷം പെരിപ്ലാസ്മിക് സ്പേസിൽ നിന്ന് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ കടന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് ഒരു ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് ആക്റ്റീവ് പ്രോസസ്സ് വഴിയാണ്. ഒരു കാരിയർ മീഡിയേറ്റഡ് പ്രോസസ്സാണ്. അതിന് ഓക്സിജൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എയറോബിക് ബാക്ടീരിയൽക്കെതിരെയാണ് ഇവർ ആക്റ്റീവ് എന്ന് പറയുക. അനേറോബിക് കണ്ടീഷനിൽ ഇവർ ആക്റ്റീവ് അല്ല. ദാറ്റ് ഈസ് അനേറോബിക് കണ്ടീഷൻ ഇനാക്ടിവേഷൻ ഓഫ് ദ ഡ്രഗ് ഒക്കേഴ്സ്. പിന്നെ ഈ ട്രാൻസ്പോർട്ട്, അതായത് അമിനോഗ്ലൈക്കോസൈഡുകൾ സെല്ലിനകത്തേക്ക് എത്തുന്ന ഈ ട്രാൻസ്പോർട്ട് ആൽക്കലൈൻ pH അല്ലെങ്കിൽ ഹൈ pHയിലാണ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത്. പിന്നെ ബാക്ടീരിയൽ സെൽ വാൾ ക്രോസ് ചെയ്ത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ക്രോസ് ചെയ്താണ് അവർ സൈറ്റോപ്ലാസത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ സെൽ വാളിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, കോമ്പിനേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സൂപ്പർ അഡിക്റ്റീവ് ബാക്ടീരിയൽ കില്ലിങ് കാണിക്കുന്നുണ്ട്. അതായത് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, വാങ്കോമൈസിൻ, അതും അമിനോഗ്ലൈക്കോസൈഡിലും സൂപ്പർ അഡിക്റ്റീവ് ബാക്ടീരിയൽ കില്ലിങ് കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് വരുന്നത് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ്. ഇവരെങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിൽ സ്ട്രെപ്റ്റോമൈസിൻ, അമിനോഗ്ലൈക്കോസൈഡാണ് ഒരു സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് 30S റൈബോസോമിലാണ് ബൈൻഡ് ചെയ്യുക. ബാക്കിയുള്ളവർ ഒന്നുകിൽ 50S ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 30S 50S ഇൻ്റർഫേസിൽ ബൈൻഡ് ചെയ്യുന്നു. ഇവർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് they will freeze the initiation of protein synthesis. പ്രോട്ടീൻ സിന്തസിസ് ഇനിഷ്യേഷൻ ഫ്രീസ് ചെയ്യുകയും ഈ കോഡ് നമ്മുടെ കോഡോണിൻ്റെ മിസ്റീഡിങ്ങിന്
കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പ്രോട്ടീൻസ് അബ്നോർമൽ ലെങ്തിലുള്ള പ്രോട്ടീനുകളാണ് സിന്തസൈസ് ചെയ്യുക. ഡിഫറെൻറ്റ് അമിനോ ഗ്ലൈക്കോസൈഡുകൾ ഡിഫറെൻറ്റ് ലെവൽസിലായിരിക്കും മിസ്റീഡിങ് ഉണ്ടാക്കുന്നത്. ഇനി ഇവരുടെ സിഡൽ ആക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ സിഡൽ ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ ലെങ്തിലുള്ള ഈ പ്രോട്ടീനുകൾ എന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് പ്രോട്ടീനുകൾ ഇവർ സെൽ മെംബ്രെയിനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുകയും സെൽ മെംബ്രെയിനിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ബാക്ടീരിയൽ സെല്ല് കൂടുതൽ പെർമിബിൾ ആകും. അയോൺസും അമിനോ ആസിഡും ഈവൻ പ്രോട്ടീൻ വരെ സെല്ലിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്യുകയും അങ്ങനെ സെൽ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസ്. പ്രധാനമായും 3 മെക്കാനിസംസ് വഴിയാണ് ബാക്ടീരിയകൾ അമിനോ ഗ്ലൈക്കോസൈഡിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് വൺ, നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകളെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാനോ അസറ്റിലേറ്റ് ചെയ്യാനോ കഴിവുള്ള എൻസൈമുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദറ്റ് ഈസ് അക്യുമുലേഷൻ ഓർ അക്വിസിഷൻ ഓഫ് എ സെൽ മെംബ്രെയിൻ പൗണ്ട് മോഡിഫൈയിങ് എൻസൈം വിച്ച് ഫോസ്ഫോറിലേറ്റ് ഓർ അസറ്റിലേറ്റ് ദ ആൻറ്റിബയോട്ടിക്. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഇനാക്ടിവേറ്റ് ആയി പോകുന്നു. 2, ഈ റൈബോസോമൽ ബൈൻഡിങ് സൈറ്റുകൾക്ക് നമ്മുടെ അമിനോ ഗ്ലൈക്കോസൈഡുകളോടുള്ള അഫിനിറ്റി കുറയ്ക്കും ബൈ മ്യൂട്ടേഷൻ. മൂന്നാമത്തേതെന്ന് പറയുന്നത് അമിനോ ഗ്ലൈക്കോസൈഡ് ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസത്തിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ പ്രിയോൺ സെല്ലുകൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ അക്രോസുള്ള ആ ഇൻ്റർഫിയർ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഈ 3 ഏതെങ്കിലും ഒരു മെക്കാനിസം വഴിയായിരിക്കും റെസിസ്റ്റൻസ്. ഫസ്റ്റ് മെക്കാനിസം എൻസൈം അക്വിസിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ടോക്സിസിറ്റീസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്ട്സ്. 3 ടോക്സിസിറ്റി: ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി, ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ്. ഇത് 3 ഇവർ എല്ലാ അമിനോ ഗ്ലൈക്കോസൈഡുകളും കാണിക്കുന്നത്. ആദ്യം ഓട്ടോടോക്സിസിറ്റി. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലാബ്രിന്തൈൻ ഫ്ലൂയിഡിൽ നമ്മുടെ അമിനോ ഗ്ലൈക്കോസൈഡുകൾ ഹൈ കോൺസെൻട്രേഷനിൽ എത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, 2 രീതിയിലാണ് ഓട്ടോടോക്സിസിറ്റി ഉണ്ടാവുക. ഒന്നുകിൽ വെസ്റ്റിബുലർ അല്ലെങ്കിൽ ഓഡിറ്ററി. ഇതിൽ വെസ്റ്റിബുലർ ടോക്സിസിറ്റി ആണെങ്കിൽ ആദ്യം അനുഭവപ്പെടുക ഹെഡ് ഏക്ക് ആയിരിക്കും, പിന്നെ നോസിയ, വോമിറ്റിംഗ്, ഡിസിനസ്, നിസ്റ്റാഗ്മസ്, വെർട്ടൈഗോ, അറ്റാക്സിയ ഇതൊക്കെ ഉണ്ടാവാം. സ്ട്രെപ്റ്റോമൈസിനും ജെൻഡാമൈസിനുമാണ് പ്രധാനമായും വെസ്റ്റിബുലർ ടോക്സിസിറ്റി കാണിക്കുന്ന ഡ്രഗുകൾ. ഓഡിറ്ററി ആകുമ്പം ഇനിഷ്യലി അസിംറ്റമാറ്റിക് ആയിരിക്കും, പിന്നെ ടിനിറ്റസ് അപ്പിയർ ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാകും. ഈ ഹിയറിംഗ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിളാണ്. ഇത് ഈ ഓഡിറ്ററി ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് കെനാമൈസിൻ, അമിക്കസിൻ, നിയോമൈസിൻ. ഇതെങ്ങനെ ഓർത്തിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UCAN എന്നതാണ് കോഡ്. അതിൽ ഓഡിറ്ററി AU, അതിൽ U, CAN KAN, കെനാമൈസിൻ, അമിക്കസിൻ ആൻഡ് നിയോമൈസിൻ. ഇനി ടോബ്രമൈസിൻ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റിബുലർ ടോക്സിസിറ്റി ഓഡിറ്ററി ടോക്സിസിറ്റിയും ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. നിറ്റിൽമൈസിൻ ലെസ് ഓട്ടോടോക്സിക് ആണ്. അടുത്ത വരുന്നത് നെഫ്രോടോക്സിസിറ്റിയാണ്. നെഫ്രോടോക്സിസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അമിനോ ഗ്ലൈക്കോസൈഡുകൾ റീനൽ കോർട്ടക്സിൽ ഹൈ കോൺസെൻട്രേഷനിൽ അറ്റൈൻ ചെയ്യുന്നതാണ്. ഈ നെഫ്രോടോക്സിസിറ്റി റിവേഴ്സിബിളാണ്. ഡ്രഗ് കറക്റ്റ് സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെഫ്രോടോക്സിസിറ്റി റിവേഴ്സ് ചെയ്തെടുക്കാൻ കഴിയും. ട്യൂബുലാർ ഡാമേജ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ യൂറിൻ കോൺസെൻട്രേറ്റിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നു, നൈട്രജൻ റിറ്റൻഷൻ ഉണ്ടാകുന്നു, ആൽബുമിനൂറിയ ഉണ്ടാകുന്നു. ഈ നെഫ്രോടോക്സിസിറ്റി കാരണം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്രോടോക്സിസിറ്റി വരുമ്പോഴത്തേക്ക് ക്ലിയറൻസ് കുറയും. ഈ ഡ്രഗ് യൂറിനിലൂടെ പോകുന്ന എമൗണ്ട് കുറയും. അപ്പോൾ പ്ലാസ്മയിൽ ഡ്രഗിൻ്റെ അളവ് കൂടും, അതുപോലെ എൻഡോലിംഫിൽ ഡ്രഗിൻ്റെ അളവ് കൂടുകയും അങ്ങനെ ഓട്ടോടോക്സിസിറ്റി എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൈലി നെഫ്രോടോക്സിക് ആയിട്ടുള്ള ഡ്രഗുകൾ നിയോമൈസിൻ, ടോബ്രമൈസിൻ, ജെൻഡാമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ ആണ് ലീസ്റ്റ് നെഫ്രോടോക്സിക് അമിനോ ഗ്ലൈക്കോസൈഡ്. അടുത്ത വരുന്നത് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ആണ്. നമ്മൾ സാധാരണ ക്ലിനിക്കൽ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ സിസ്റ്റമിക്കലി ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ഉണ്ടാവുന്നില്ല. ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ഇൻട്രാപെരിറ്റോണിയൽ അല്ലെങ്കിൽ ഇൻട്രാപ്ലൂറൽ ഇൻസ്റ്റിലേഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ഇത് 2 രീതിയിലാണ് ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഡിക്രീസ്ഡ് അസറ്റൈൽ കൊളിൻ റിലീസ്, അതായത് കാൽഷ്യത്തിനെ ആൻറ്റഗോണിസ്റ്റ് ചെയ്തുകൊണ്ട്
ഈ സിനാപ്സിലേക്ക് നമ്മുടെ അസറ്റൈൽ കൊളിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെസിക്കിളുകൾ എത്തുന്നത് തടയുന്നു. 2, നമ്മുടെ മസിൽ എൻഡ് പ്ലേറ്റിൽ ഉള്ള റിസപ്റ്റേഴ്സിന് അസറ്റൈൽ കൊളിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു. ഇങ്ങനെ ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ട്രീറ്റ് ചെയ്യുന്നത് IV കാൽഷ്യം ഗ്ലൂക്കണേറ്റ് വെച്ചിട്ടാണ്. ഇനി ഫാർമക്കോകൈനറ്റിക്സ്. ആദ്യമേ പറഞ്ഞു ഓറലി കൊടുക്കാൻ കഴിയത്തില്ല, കാരണം അയണൈസ് ചെയ്ത് പോകുന്നുണ്ട്, അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ പാരൻട്രലി ആയിരിക്കും കൊടുക്കുക. അതിൽ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന സൈറ്റിൽ നിന്ന് റാപ്പിഡ് അബ്സോർപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ IV കൊടുക്കുന്നുണ്ട്, ടോപ്പിക്കൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഓയിൽമെൻറ്റ് രൂപത്തിലൊക്കെ നമുക്ക് അമിനോഗ്ലൈക്കോസൈഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പ്ലാസൻ്റ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫീറ്റസിലെ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലിയറൻസ്, നമ്മുടെ അമിനോഗ്ലൈക്കോസൈഡുകളുടെ ക്ലിയറൻസ് ക്രിയാറ്റിൻ ക്ലിയറൻസിനോട് പാരലാണ്. ദ റീനൽ ക്ലിയറൻസ് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് പാരലൽസ് ദ ക്രിയാറ്റിൻ ക്ലിയറൻസ്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ ക്ലിയറൻസ് 70 ml/min താഴെ ആകുമ്പോഴത്തേക്ക് ഡോസ് റെഡ്യൂസ് ചെയ്യണം അമിനോഗ്ലൈക്കോസൈഡുകളുടെ. ഇനി പ്രിക്വേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, കാരണം പ്ലാസൻ്റ ക്രോസ് ചെയ്യുന്നു, ഫീറ്റൽ ഓട്ടോടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. പിന്നെ NSAIDs, ആംഫോടെറിസിൻ B, വാങ്കോമൈസിൻ, സൈക്ലോസ്പോറിൻ, സിസ്പ്ലൈറ്റിൻ ഇവർ നെഫ്രോടോക്സിക് ആണ്. അതുകൊണ്ട് അമിനോഗ്ലൈക്കോസൈഡുകൾ ഇവരുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അഡിറ്റീവ് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. പിന്നെ വാങ്കോമൈസിൻ, മിനോസൈക്ലിൻ, ഫ്യൂറസമൈഡ് ഇവർ ഓട്ടോടോക്സിക് ആണ്. അതുകൊണ്ട് അമിനോഗ്ലൈക്കോസൈഡുകൾ കൊടുക്കുമ്പോൾ അഡിറ്റീവ് ഓട്ടോടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. പിന്നെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലും അതുപോലെ കിഡ്നി ഡാമേജ് ഉള്ള ആൾക്കാരിലും വളരെ കോഷ്യസ്ലി മാത്രമേ നമ്മൾ അമിനോഗ്ലൈക്കോസൈഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഡ്രഗുകളിലേക്ക് പോവാം. ആദ്യം വരുന്നത് സ്ട്രെപ്റ്റോമൈസിൻ ഫസ്റ്റ് അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കുകളാണ്. നാരോ സ്പെക്ട്രം ഓഫ് ആക്ഷൻ ആണുള്ളത്. ഗ്രാം നെഗറ്റീവ് എയറോബിക് ബാക്ടീരിയക്കെതിരെയാണ് ഇവർ പ്രധാനമായും ആക്റ്റീവ്. റെസിസ്റ്റൻസ് പ്രധാനമായും 3 മെക്കാനിസമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ക്രോസ് റെസിസ്റ്റൻസ്, പാർഷ്യൽ ക്രോസ് റെസിസ്റ്റൻസ് വിത്ത് അതർ അമിനോഗ്ലൈക്കോസൈഡ്സ്. അഡ്വേഴ്സ് ഇഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി, ന്യൂറോമസ്കുലർ ബ്ലോക്കേഡിന് പുറമെ ഇഞ്ചക്ഷൻ സൈറ്റിൽ പെയിൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെ റെയറാണ്. ഇൻഡിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസിൻ്റെ സ്റ്റാൻഡേർഡ് റെജിമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ട്യുലറീമിയ, used in plague, and it is used along with an beta-lactam antibiotic or a vancomycin in subacute bacterial endocarditis. അടുത്ത വരുന്നത് ജെൻഡാമൈസിൻ ആണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന അമിനോഗ്ലൈക്കോസൈഡ്, ദ ഫസ്റ്റ് ലൈൻ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്. ഇതിന് കാരണം എന്ന് പറയുന്നത് 1 ലോ കോസ്റ്റ് ആണ്, 2 ബ്രോഡർ സ്പെക്ട്രം ഓഫ് ആക്ഷൻ ആണ്. പിന്നെ അമിനോഗ്ലൈക്കോസൈഡ് ജെൻഡാമൈസിൻ സ്യൂഡോമോണാസിനും പ്രോട്ടിയസിനും എതിരെ ആക്റ്റീവാണ്. പക്ഷേ സ്ട്രെപ്റ്റോകോക്കെ, എൻറ്ററോകോക്കയ്ക്കെതിരെ റിലേറ്റീവ്ലി റെസിസ്റ്റൻ്റ് ആണ്. ദെൻ ജെൻഡാമൈസിൻ്റെ പൊട്ടൻസി നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോമൈസിനേക്കാളും കെനാമൈസിനേക്കാളും അമിക്കസിനേക്കാളും ഒക്കെ പൊട്ടൻ്റാണ്. ടോബ്രാമൈസിൻ, സിസോമൈസിൻ, നെറ്റിൽമൈസിൻ ഇവരുടെ പൊട്ടൻസിക്ക് ഈക്വലമാണ് ജെൻഡാമൈസിൻ്റെ പൊട്ടൻസി. പിന്നെ ക്രോസ് റെസിസ്റ്റൻസ്, ടോബ്രാമൈസിനോടും സിസോമൈസിനോടും ഇത് ക്രോസ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. യൂസ് നോക്കിക്കഴിഞ്ഞാൽ സിവിയർ ഇൻഫെക്ഷൻസ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന സിവിയർ ഇൻഫെക്ഷൻസിലാണ് പ്രധാന ഇൻഡിക്കേഷൻ. പിന്നെ പൈലോനെഫ്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ദെൻ ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയയുടെ എംഫിരിക്കൽ തെറാപ്പി, പെരിറ്റോണിയൽ ഡയാലിസിസ് അസോസിയേറ്റഡ് പെരിറ്റോണൈറ്റിസ്, ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എലോങ് വിത്ത് ബീറ്റ-ലാക്ടം ആൻറ്റിബയോട്ടിക് ഓർ വാങ്കോമൈസിൻ, ദെൻ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ബേൺസ്, പിന്നെ ഐ ഡ്രോപ്സ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ടോബ്രാമൈസിൻ ആണ്. ടോബ്രാമൈസിൻ എതിരെ ആക്റ്റീവായിട്ടുള്ളൊരു ഡ്രഗാണ്. ജെൻഡാമൈസിന് ആൾട്ടർനേറ്റീവായിട്ടാണ് പ്രധാനമായും ടോബ്രാമൈസിൻ ഉപയോഗിക്കുക. എന്നാൽ കൂടിയും ടോബ്രാമൈസിൻ ജെൻഡാമൈസിനേക്കാളും 2 to 4 times മോർ ആക്റ്റീവാണ് നമ്മുടെ സ്യൂഡോമോണാസിനും പ്രോട്ടിയസിനും ഒക്കെ എതിരെ. മേജർ ഇൻഡിക്കേഷൻ കഴിഞ്ഞാൽ സീരിയസ് ഇൻഫെക്ഷൻസ് കാസ്ഡ് ബൈ സ്യൂഡോമോണാസ് പ്രോട്ടിയസ്. പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ ഡ്രഗ്സിന് ഉപയോഗിക്കുന്നുണ്ട്. അത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻഹലേഷണലാണ്. അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് അമിക്കസിൻ. അമിക്കസിൻ എന്ന് പറയുന്നത് ഒരു സെമി സിന്തറ്റിക് അമിനോഗ്ലൈക്കോസൈഡ് ആണ്. ഇറ്റ് ഈസ് എ സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ഓഫ് കെനാമൈസിൻ. കെനാമൈസിൻ എന്ന് പറയുന്നത് ഒരു അമിനോഗ്ലൈക്കോസൈഡ് തന്നെയാണ്. ഈ അമിക്കസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ
അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ബാക്ടീരിയൽ അമിനോഗ്ലൈക്കോസൈഡ് മോഡിഫയിങ് എൻസൈം. അമിനോഗ്ലൈക്കോസൈഡുകൾക്കെതിരെ ബാക്ടീരിയകൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് തന്നെ ഒരു എൻസൈം ഈ അമിനോഗ്ലൈക്കോസൈഡുകളെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ട് എൻസൈം നിർമ്മിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ ആ എൻസൈമിനെതിരെ ഈ അമിക്കസിൻ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അമിനോഗ്ലൈക്കോസൈഡുകൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പല ബാക്ടീരിയകൾക്കെതിരെയും നമ്മുടെ അമിക്കസിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ദ വൈഡസ്റ്റ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ. പിന്നെ സ്യൂഡോമോണാസിനെതിരെയും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റ് ഹൈ ഡോസ്. പിന്നെ അമിക്കസിൻ്റെ യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസർവ് ഡ്രഗായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫോർ ഹോസ്പിറ്റൽ അക്വയർഡ് ഗ്രാം നെഗറ്റീവ് ബാസിലറി ഇൻഫെക്ഷൻ. പിന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് നിയോമൈസിനാണ്. നിയോമൈസിന് വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ഷനുള്ള ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ഷനുള്ള ഒരു അമിനോഗ്ലൈക്കോസൈഡാണ് നിയോമൈസിനും. ഇതിൽ ഗ്രാം നെഗറ്റീവ് ബാസിലേക്കെതിരെ ആക്ട് ചെയ്യുന്നുണ്ട്, ചില ഗ്രാം പോസിറ്റീവ് കോക്കിക്കെതിരെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സിസ്റ്റമിക്കലി യൂസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ആണ്. ഇത് ഒന്നുകിൽ ടോപ്പിക്കലി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓറലി കൊടുക്കുന്നുണ്ട്. ടോപ്പിക്കൽ യൂസ് ഇൻ ഇൻഫെക്റ്റഡ് വൂൺസ്, അൾസേഴ്സ്, ബേൺസ്, കൺജങ്ക്റ്റിവൈറ്റിസ്, എക്സ്റ്റേണൽ ഇയർ ഇൻഫെക്ഷൻസ്. ഓറലി പ്രിപ്പറേഷൻ ഓഫ് ബവൽ ബിഫോർ സർജറി, അതായത് ബവൽ സ്റ്റെറിലൈസേഷന്. പിന്നെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ലാക്ടുലോസ് ആണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അമിനോഗ്ലൈക്കോസൈഡുകളെ കുറിച്ചിട്ടാണ്. ഡിഫറെൻറ്റ് അമിനോഗ്ലൈക്കോസൈഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അവരുടെ പ്രോപ്പർട്ടീസ്, കോമൺ പ്രോപ്പർട്ടീസ്, ടോക്സിസിറ്റീസ്, ഫാർമക്കോകൈനറ്റിക്സ്, യൂസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.